നെക്സ്റ്റ് ടോപ്പിക് ഈസ് സൈലൻസ്, ദ സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് തന്നെ പറയാം. ഓക്കെ, സംസാരം മാത്രമല്ല, നോൺ വെർബൽ ക്യൂസ് മാത്രമല്ല, ഈവൻ സൈലൻസ് പോലും, മൗനം പോലും ഇറ്റ് വിൽ കൺവേ എ മെസ്സേജ് എന്നുള്ളതാണ്. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് റിസർച്ചേഴ്സ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് സൈലൻസ് ഈസ് നോട്ട് സിംപ്ലി ആൻ ആബ്സെൻസ് ഓഫ് നോയ്സ് ഓർ ഡസൻ മീൻ നത്തിങ്. സൈലൻസ് പറഞ്ഞാൽ ഒരു ശബ്ദമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള മീനിങ്ങുള്ള ഒരു സംഭവമല്ല, ബട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സ്പീച്ച്. നമ്മൾ സംസാരിക്കുന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൈലൻസ് എന്ന് പറഞ്ഞാലും. ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ സിറ്റുവേഷൻ ഡിഫൈൻസ് ദ പവർ ആൻഡ് മെസ്സേജ് ഓഫ് സൈലൻസ്. ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സൈലൻ്റായി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എത്രത്തോളം പവർഫുള്ളാണ് മെസ്സേജ്, അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ് എന്താണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൈലൻസ് ഉണ്ട്. കൺസ്ട്രക്റ്റീവ് സൈലൻസ് മൂവ്സ് എ കോൺവെർസേഷൻ ഓർ ഡിസ്കഷൻ ഫോർവേഡ്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള സൈലൻസ് എന്ത് ചെയ്യും, ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഷട്ട്സ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിയേറ്റ്സ് ബാരിയേഴ്സ് ദാറ്റ് ഡിസ്കറേജ് സ്പീക്കേഴ്സ് ഫ്രം എക്സ്പ്രസിങ് ദെയർ തോട്ട്സ്. ഡിസ്ട്രക്റ്റീവായിട്ടുള്ള സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കമ്മ്യൂണിക്കേഷനെ തടയും, ഷട്ട് ഡൗൺ ചെയ്യും. ആൻഡ് അയാളെ സംസാരിക്കുന്ന ആൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ, അയാളുടെ ഐഡിയാസും തോട്ട്സും എക്സ്പ്രസ് ചെയ്യുന്നതിന് അയാളെ ഡിസ്കറേജ് ചെയ്യും. ഓക്കെ, ദ സൈലൻസ് ക്യാൻ ബി ലേഡൻ ആൻഡ് ദേ ക്യാൻ ആൾസോ ബി ഗോൾഡൻ. നെഗറ്റീവും പോസിറ്റീവായിട്ടുണ്ടെന്നാണ് ഇത് പറയുന്നത്. സൈലൻസ് നമ്മളെ താഴോട്ട് വലിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കും, അതല്ലെങ്കിൽ ഗോൾഡൻ, ഇറ്റ് വിൽ ഇൻക്രീസ് സംതിങ്, എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ഉഷാറാക്കാനും കൂടുതൽ പോസിറ്റീവ് ആക്കാനും സഹായിക്കും. Various negative silences that could be called awkward, embarrassed, defensive, fearful, etc. termed as leaden silence. നെഗറ്റീവായിട്ടുള്ള സൈലൻസിനെയാണ് നമ്മൾ ഈ ലീഡൻ സൈലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കുക, ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മൾ സൈലൻ്റായിട്ടിരിക്കുന്ന അതിനെയാണ് ലീഡൻ സൈലൻസസ് എന്ന് പറയുന്നത്. ഗോൾഡൻ സൈലൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റാണ്, പക്ഷേ ദാറ്റ് ഈസ് കംഫർട്ടബിളാണ്, കോൺഫിഡൻ്റ് ആണ്, റിഫ്ലക്റ്റീവാണ്, പീസ്ഫുൾ ഓർ റെസ്പെക്റ്റ്ഫുൾ, ഇങ്ങനെയുള്ള സൈലൻസുകളാണ്. ഓക്കെ, സച്ച് സൈലൻസസ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടൂൾസ് ഫോർ എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടു പ്രൊമോട്ട് മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ്. ഇങ്ങനെയുള്ള സൈലൻസുകൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും, പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഉള്ള റിലേഷൻഷിപ്പ് കൂടുതൽ എക്സിസ്റ്റ് ചെയ്യാൻ, പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അതിൽ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോയി, ഞാനെന്ത് സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുഖവും നിങ്ങളുടെ സൈലൻസും ഒന്നിച്ച് ചേർത്താൽ അറിയാം നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലേ, നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനിൽ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക നിങ്ങൾക്കതൊന്നും മനസ്സിലായി. ദാറ്റ് ഈസ് എ ലീഡൻ സൈലൻസ് ആണ്. നേരെ മറിച്ച് നിങ്ങൾ മുഖം കണ്ടാൽ അറിയാം, നിങ്ങൾ വളരെ കാര്യങ്ങൾ മനസ്സിലായ രീതിയിലുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷനും അതിൻ്റെ കൂടെ സൈലൻസും കൂടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ അവർക്കത് ബോധ്യപ്പെട്ടു, നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകാൻ പറ്റും. അതൊരു ഗോൾഡൻ ആണ്, കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്കത് കംഫർട്ടബിളായി, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് മനസ്സിലായി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. വൺ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് അക്കമ്പനീസ് അവർ നോൺ വെർബൽ റിയാക്ഷൻ ഈസ് സൈലൻസ്. വി ക്യാൻ കൺവേ അപ്രൂവൽ, ഡിസപ്രൂവൽ, ആങ്കർ ഓർ അതർ മെസ്സേജ്. നമുക്ക് എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പീസാണ്, ഒരു പാർട്ടാണ് എന്താണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് സൈലൻസിലൂടെ അപ്രൂവൽ പറയാം, ഡിസപ്രൂവൽ പറയാം, ദേഷ്യം കാണിക്കാം സൈലൻസിലൂടെ, ഓർ അതർ മെസ്സേജ് ത്രൂ എ സൈലൻസ്. അങ്ങനെ സൈലൻറ്റ് റെസ്പോൺസിലൂടെ നമുക്ക് പല രീതിയിലും നമുക്ക് കൺവേ ചെയ്യാം കാര്യങ്ങൾ. സൈലൻസ് ഇസ് എ വെരി പവർഫുൾ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച് ദ മീനിങ് ഓഫ് സൈലൻസ് ഡിഫേഴ്സ്. സൈലൻസിൻ്റെ മീനിങ് മാറും. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് റിസർച്ചേഴ്സ് ഹാവ് സജസ്റ്റഡ് ദാറ്റ് സൈലൻസ് ഈസ് നോട്ട് സിംപ്ലി ആൻ ആബ്സെൻസ് ഓഫ് നോയ്സ് ഓർ ഡസൻ മീൻ നത്തിങ് ബട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സ്പീച്ച്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ഏകദേശം അതേ കണ്ടൻറ്റാണ് ഇത് വരുന്നത്, അതേ മീനിങ്ങാണ് വരുന്നത്. ഓക്കെ, റിപ്പീറ്റേഷൻ പോലെ എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ സിംപ്ലി സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ള മീനിങ് അല്ല, ഒരുപാട് കാര്യങ്ങൾ സ്പീച്ചിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് സൈലൻസ് എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. സൈലൻസ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഓരോ കൾച്ചേഴ്സിലും ഓരോ മീനിങ് ആണ്.
ഇൻ റെസ്പോണ്ട് ടു എ ക്വസ്റ്റ്യൻ. ഒരേ ക്വസ്റ്റ്യൻ, ഇപ്പോൾ വിൽ യു മാരി മീ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. സൈലൻസ് ഇൻ ഇംഗ്ലീഷ് വുഡ് ബി ഇൻ്റർപ്രറ്റഡ് ആസ് അൺസെർട്ടനിറ്റി. ഒരു ഇംഗ്ലീഷുകാരാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം സൈലൻസ് ആണെങ്കിൽ അത് വലിയ ഉറപ്പില്ലാത്ത കാര്യമാണ്. നമ്മൾ പറയില്ല മൗനം സമ്മതം എന്നുള്ള പറയുന്ന രീതിയിൽ, ഇവിടെ മൗനം സമ്മതമല്ല, ഉറപ്പില്ല, നോട്ട് ഷുവർ, ഇതാണ് ഇംഗ്ലീഷിൽ. ജപ്പാനീസിൽ ഇറ്റ് വുഡ് ബി ഇൻ്റർപ്രറ്റഡ് ആസ് ആസെൻറ്റ്. ജപ്പാനിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്, ആക്സെപ്റ്റ് ചെയ്യണം, മൗനം സമ്മതമാണ് ജപ്പാനിൽ. ഇൻ നൈജീരിയ ഇറ്റ് വുഡ് ബി കൺസിഡർഡ് ആസ് ഡിനയൽ ഇഫ് ദ വുമൺ വാസ് കണ്ടിന്യൂ ടു സ്റ്റാൻഡ് ദെയർ ആൻഡ് ആക്സെപ്റ്റൻസ് ഇഫ് ഷീ റാൻ അവേ. നൈജീരിയയിൽ എങ്ങനെയാണ്, ഒരാളിങ്ങനെ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഷീസ് ഓക്കെ, അവൾക്ക് സമ്മതമാണ്. അവിടെ നിന്ന് ഓടിപ്പോവുകയാണെങ്കിൽ, ഒന്നും മിണ്ടാതെ തന്നെ ഓടിപ്പോവുകയാണെങ്കിൽ ഇതിൽ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ, നമ്മളൊരാളോട്, നൈജീരിയയിൽ അങ്ങനെയല്ല, നൈജീരിയയിൽ പറയാം വുമൺ വാസ് കണ്ടിന്യൂ ടു സ്റ്റാൻഡ് ദെയർ, അവിടെ തന്നെ നിൽക്കുകയാണ്, മിണ്ടാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് റെഡി. ആൻഡ് ആക്സെപ്റ്റൻസ് ഇഫ് ഷീ റാൻ അവേ. നേരെ മറിച്ച് മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, സപ്പോസ് മിണ്ടിയില്ല, സൈലൻസ് തന്നെയാണ്, പക്ഷേ ആ സ്റ്റാൻഡ് വിട്ട് പോയി എന്ന് പറയില്ല, അതുപോലെ അവിടെ നിന്ന് സ്ഥലം വിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഷീ ഈസ് റെഡി. ഓക്കെ, ഇങ്ങനെ ഏത് കാര്യത്തിലും അതിൻ്റേതായിട്ടുള്ള ഓരോ കൾച്ചറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ.